ഹലോ വെൽക്കം ബാക്ക് ടു ലേൺ ആൻഡ് ഗ്രോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സിക്സ്ത് സ്റ്റാൻഡേർഡിൽ ലാസ്റ്റ് യൂണിറ്റിൽ വരുന്ന ഒരു പോമാണ് ദ ബോട്ട് എന്നതാണ്. ലെറ്റ്സ് ചെക്ക് ഔട്ട്. ഈ കവിത ഒരു വലിയ സന്ദേശം നൽകുന്ന ഒരു ചെറിയൊരു കവിതയാണ്. അപ്പോൾ ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത് നമ്മുടെ പ്രകൃതി ദുരന്തത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. നമുക്കറിയാം, പ്രളയം, ഭൂകമ്പം, അതുപോലെ ഉരുൾപൊട്ടൽ, ചുഴലിക്കാറ്റ്, അപ്പോൾ തുടങ്ങിയ ഒരുപാട് ദുരന്തങ്ങൾ നമ്മുടെ മനുഷ്യരുടെ ജീവിതത്തെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് നമ്മുടെ 2018 നമ്മുടെ കേരളത്തിൽ പ്രളയം. നമ്മളെല്ലാവരും കണ്ടതാണത്. വീടുകൾ മുഴുവൻ വെള്ളത്തിൽ മുങ്ങി, ആളുകൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ബോട്ടുകൾക്കായിട്ട് കുറേയും കാത്തു നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരമൊരു സാഹചര്യമാണ് നമുക്ക് ഈ ഒരു കവിതയിലൂടെ വരച്ച് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ കെ സച്ചിദാനന്ദൻ എഴുതിയിട്ടുള്ളതാണ് ദ ബോട്ട് എന്ന് പറയുന്ന ഈ പോം. അപ്പോൾ ഈ പോമിൻ്റെ മുകളിലായിട്ടൊരു ബോക്സ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിലെന്താ തന്നിട്ടുള്ളത് നോക്കാം. ഹാവ് യു എവർ ബീൻ എഫക്റ്റഡ് ബൈ ഓർ ബീൻ എ വിറ്റ്നസ് ടു എ നാച്ചുറൽ ഡിസാസ്റ്റർ? വാട്ട് വർ യുവർ എക്സ്പീരിയൻസസ് ആൻഡ് ഇംപ്രഷൻസ്? അതായത് നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും ഒരു പ്രകൃതി ദുരന്തം നേരിടേണ്ടി വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരം ഒരു ദുരന്തത്തിൽ നിങ്ങൾ സാക്ഷിയായിട്ടുണ്ടോ എന്ന്. അതായത് നിങ്ങൾക്കപ്പോൾ എന്താണ് തോന്നിയത്? അതായത് നിങ്ങൾക്ക് ഭയമുണ്ടായിരുന്നോ അതോ ദുഃഖമുണ്ടായിരുന്നോ? അതുപോലെ തന്നെ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അനുഭവപ്പെട്ടത് അതാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ആളുകൾ തമ്മിലുള്ള ആ ഒരു സഹായ മനോഭാവം നിങ്ങളപ്പോൾ കണ്ടിരുന്നോ? വാട്ട് വർ യുവർ എക്സ്പീരിയൻസസ് ആൻഡ് ഇംപ്രഷൻ എന്നാണ് ആ ഒരു പോയത്തിൻ്റെ മുകളിൽ തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പോയത്തിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കവിതയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു വലിയ പ്രളയം വന്ന് എല്ലായിടത്തും വെള്ളം നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഒരു കുടുംബം വീടിനുള്ളിൽ കുടുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രക്ഷാപ്രവർത്തനത്തിനായിട്ട് ഒരു ബോട്ട് അവിടെ എത്തുന്നുണ്ട്. പക്ഷെ ആ ഒരു ബോട്ടിൽ ഒരാൾക്ക് മാത്രമാണ് അതിൽ പോകാനുള്ള ഒരു സ്പേസ് ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീട്ടിൽ 3 പേരാണുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ആ കഥാപാത്രങ്ങളാണ് പറയുന്നത്. ഒരു അസുഖമുള്ള ഒരു അമ്മ ഉണ്ട്, അതായത് വയ്യാതായിട്ട് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു സിക്കി മോമുണ്ട്. അതുപോലെ തന്നെ ഒരു ഗർഭിണിയായിട്ടുള്ള അവരുടെ മകള്, അതുപോലെ ഒരു മകനുണ്ട്, അതായത് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു മകനും. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മുടെ കഥയിലെ ഈ ഒരു പോയത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. എ സിക്ക് മദർ, പ്രഗ്നന്റ് ഡോട്ടർ, എ സൺ ഹൂ ലുക്സ് ആഫ്റ്റർ ഓൾ അറ്റ് ഹോം. അതായത് ഇവിടെ നമ്മൾ കവി ഒരു കുടുംബത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. അതായത് അമ്മ, എ സിക്ക് മദർ, അതായത് അമ്മ ഭയങ്കര അസുഖമൊക്കെ ഉള്ള ഒരു കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അവർക്ക് അത്ര ശക്തിയൊന്നുമില്ല, അവർക്ക് നടക്കാനൊക്കെ ഭയങ്കര പ്രയാസമുണ്ട്. പിന്നെ ഒരു പ്രഗ്നന്റ് ഡോക്ടർ, അതായത് അവരുടെ അമ്മയുടെ മകളാണ്. അപ്പോൾ മകൾ ഗർഭിണിയാണ്. അവൾക്ക് സ്വന്തം ജീവനും അതുപോലെ അവളുടെ വയറ്റിലുള്ള കുഞ്ഞിൻ്റെയും ജീവന് രക്ഷിക്കേണ്ട ബാധ്യത അവൾക്കുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് അവരുടെ അവസ്ഥ വളരെ അപകടകരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എ സൺ ഹൂ ലുക്സ് ആഫ്റ്റർ ഓൾ അറ്റ് ഹോം. അപ്പോൾ ഈ കുടുംബത്തിലെ ഒരു ഏക മകനാണ്. അപ്പോൾ അവൻ എല്ലാ ഉത്തരവാദിത്വം അവന് നോക്കുന്നുണ്ട്. അതായത് അവൻ അമ്മയെയും അതുപോലെ അവൻ്റെ സ്വന്തം സഹോദരിയെയും സംരക്ഷിക്കുകയും വേണം. അതുപോലെ തന്നെ അതൊക്കെ അവൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പോൾ ഇതൊരു സാധാരണ കുടുംബത്തിൻ്റെ ചിത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ പ്രളയ സമയത്തൊക്കെ യുവാക്കൾ സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ജീവൻ പണയം വെച്ച് ഇതാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ദ റെസ്ക്യൂ ബോട്ട് ഹാസ് സ്പേസ് ലെഫ്റ്റ് ഓൺലി ഫോർ വൺ. അപ്പോൾ ഇതാണ് നമ്മുടെ കവിതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരി. അതായത് രക്ഷാബോട്ടിൽ ഒരാൾക്ക് മാത്രം സ്പേസ് ഉള്ളൂ എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 പേരിൽ ഒരാൾക്ക് മാത്രം അവിടെ കയറാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കും? അപ്പോൾ ഇത് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ദുരന്ത സമയത്ത് പലപ്പോഴും സഹായ സൗകര്യങ്ങളൊക്കെ നമുക്ക് പരിമിതമായിരിക്കും. അപ്പോൾ പ്രളയ സമയത്ത് ചില സ്ഥലങ്ങളിൽ എല്ലാവരെയും നമുക്ക് ഒരുമിച്ച് രക്ഷിക്കാൻ സാധിച്ചെന്ന് വരില്ല. The 3 quarrel among themselves, not to get into the boat, but for the other to climb in. അങ്ങനെ 3 പേരും തമ്മിൽ വഴക്കിടുകയാണ്. സാധാരണയായിട്ട് അപകട സമയത്ത് ആളുകൾ സ്വന്തം ജീവൻ രക്ഷിക്കാനാണ് ശ്രമിക്കുക. പക്ഷേ ഇവിടെ സംഭവിക്കുന്നതോ അതിൻ്റെ വിപരീതമാണ്. നോട്ട് ടു ഗെറ്റ് ഇൻ ടു ദി ബോട്ട്. അവർ ബോട്ടിൽ കയറാൻ വേണ്ടി വഴക്കിടുന്നില്ല. സ്വന്തം ജീവൻ രക്ഷിക്കാനല്ല അവരുടെ ശ്രമം, മറിച്ച് മറ്റുള്ളവർ രക്ഷപ്പെടണം എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഇവർ 3 പേരും പറയുന്നുണ്ട്. അമ്മ പറയുന്നുണ്ട്, എനിക്ക് വയസ്സായിട്ടുണ്ട്, മകളെ നീ രക്ഷപ്പെടൂ. അപ്പം അമ്മയ്ക്ക് അധിക കാലം ഒന്നും ജീവിക്കാൻ ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് മക്കൾ രക്ഷപ്പെട്ടോളൂ എന്നാണ് അമ്മ പറയുന്നത്. പക്ഷെ മകൾ പറയുന്നതോ, എനിക്ക് അമ്മയില്ലാതെ കഴിയില്ല, എൻ്റെ വയറ്റിലൊരു കുഞ്ഞ് ജനിച്ച് വരുന്നുണ്ട്, അപ്പോൾ അവർക്ക് അമ്മയില്ലാതെ എനിക്കൊരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് മകൾ പറയുന്നത്. മകൻ പറയുന്നത് അമ്മയും സഹോദരിയും രക്ഷപ്പെടണം എന്നാണ് മകന് പറയുന്നത്. അപ്പോൾ ഇതൊരു യഥാർത്ഥ കുടുംബസ്നേഹമായിട്ട് നമുക്ക് കാണാം. ഇത് നിസ്വാർത്ഥതയുടെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ടും കൂടെ നമുക്ക് ഈ ഒരു ഭാഗത്ത് മനസ്സിലാക്കാൻ പറ്റും. ട്രാജഡി മേക്സ് ഹ്യൂമൻ ബീങ് സെൽഫ്ലെസ് ആൻഡ് ഫിയർലെസ്. അപ്പോൾ ദുരന്തം മനുഷ്യരെ സ്വാർത്ഥത ഇല്ലാത്തവരാക്കുന്നുണ്ട്. അതായത് സാധാരണ സമയത്ത് ചിലർ സ്വാർത്ഥരായിരിക്കും, അതായത് സ്വന്തം കാര്യം നോക്കുക എന്നുള്ളൊരു രീതിയിലായിരിക്കും ചില സമയത്ത്. പക്ഷേ വലിയൊരു അപകടം വരുന്ന സമയത്ത് മനുഷ്യൻ്റെ ആ ഒരു ഉള്ളിലുള്ള നന്മ പുറത്തു വരുന്നുണ്ട്. അതായത് കേരളത്തിലെ പ്രളയ സമയത്ത്
നമുക്ക് മറ്റുള്ളവർ അന്യന്മാർ പോലും എന്താണ് അന്യരെ സഹായിച്ചു. അതായത് നമ്മളെന്താണ് ഭക്ഷണം, വസ്ത്രം, മരുന്ന് എന്നിവയൊക്കെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അത് നമ്മൾ ഏത് മനുഷ്യരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നില്ല. ആരാണോ അത് അന്യ മതത്തിലുള്ളവരാവട്ടെ എന്തുമാവട്ടെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് എല്ലാവരും സഹായിക്കുന്നുണ്ട്. ആൻഡ് ഡെത്ത് ഫിയർലെസ്, അതായത് മരണത്തെ പോലും എന്താണ് അവർ ഭയപ്പെടുന്നില്ല. മറ്റുള്ളവർ രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹം അവരുടെ മരണഭയം പോലും കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു മഹത്വം തന്നെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ സംഭവമായിട്ട് ബന്ധിപ്പിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ 2018 പ്രളയം, അവിടെ നമുക്ക് മത്സ്യത്തൊഴിലാളികൾ സ്വന്തം ബോട്ടുകൾ കൊണ്ട് എന്താണ് കുറേ ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വയനാട്ടിൽ ഉരുൾപൊട്ടൽ, കുറേ സന്നദ്ധ പ്രവർത്തകർ എന്താണ് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ സ്വന്തം ജീവനേക്കാൾ മറ്റുള്ളവരുടെ ജീവനായിരുന്നു അവർക്ക് പ്രധാനം. അപ്പോൾ ഈ കവിത അത് തന്നെയാണ് പറയുന്നത്, ദുരന്തം മനുഷ്യരെ ഒന്നിക്കുന്നു എന്നാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.